ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ നേരെ വൈകി എഴുന്നേറ്റ് വന്നിരുന്ന ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കും അനിയത്തി ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അരി നല്ലോണം കഴുകി വാരിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ റൈസിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസായ ടൊമാറ്റോ 3 ഇടത്തരം ടൊമാറ്റോ എടുത്ത് കുറച്ച് പഞ്ചസാര ചേർത്തത് ഇതുപോലെ അവൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അനിയത്തിയുടെ വക ടൊമാറ്റോ റൈസാണ്. എനിക്ക് അത്രയ്ക്ക് ഉണ്ടാക്കാൻ അറിയില്ല, അവളാണ് അതൊക്കെ ചെയ്യുന്നത്. ഇനി പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള സ്പൈസസ്, ഹോൾ സ്പൈസസ്, ഇല, വഴനയില, പിന്നെ തക്കോലം, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഹോൾ സ്പൈസസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അവൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുക്കറിലാണ് കേട്ടോ ടൊമാറ്റോ റൈസ് റെഡിയാക്കണം. അപ്പോൾ കുക്കറിലേക്ക് കുക്കർ ചൂടായിട്ട് വരുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഹോൾ സ്പൈസസ് ആയ ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, കറുവാപ്പട്ട, പിന്നെ ബേ ലീവ്സ്, ഇതൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ചേർത്തിട്ട് ഒരു വഴറ്റൽ. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടിപ്പരിപ്പുള്ള കാര്യം ഞാൻ മറന്നത്. അണ്ടിപ്പരിപ്പൊക്കെ അവൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്കാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെന്നാന്നൊക്കെ അറിയാവുന്നത്. അപ്പോൾ അവൾ അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതപ്പോൾ ഹോൾ സ്പൈസസ് ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അവൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം കേട്ടോ. അവളാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ വെറുതെ വീഡിയോ പിടിച്ചിട്ട് കമൻറ്റേറ്ററി പറയാണ്. ഞാൻ വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാനിന്നിപ്പോൾ ഒരു കാഴ്ചക്കാരിയെ പോലെ നോക്കിക്കുകയാണ്. അതവിടെ നന്നായിട്ട് വഴന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തായിട്ട് അവൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ ചേർത്ത് കൊടുത്ത് ഇനിയും ഉണ്ട് വഴറ്റൽ എല്ലാം വഴറ്റി ചേർക്കണമല്ലോ. നല്ലോണം ഒന്ന് അതിൻ്റെ പച്ച മണമൊക്കെ മാറണ വരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. അടുത്തായിട്ട് ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കണം. അത് ഏകദേശം ഒരു അരക്കപ്പോളം ഉണ്ടാവും. അരക്കപ്പ് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി അതിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. അങ്ങനെ അവിടെ സവാള ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിടണം. ഞാൻ എല്ലാ പൊടികളും കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. പക്ഷേ ഇവൾക്കത് നിർബന്ധം ഓരോന്നായിട്ട് ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വേഗം അവൾ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി മൂത്ത് വരുമ്പോഴത്തേനും അടുത്തായിട്ട് അവൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ. അതൊക്കെ കുറച്ച് ചേർത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇനി മല്ലിപ്പൊടിയും ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ അവളുടെ ഐഡിയയാണ്. അപ്പോൾ അവളുടെ ഐഡിയയിൽ തന്നെ ചെയ്തോട്ടെ. അപ്പോൾ അവൾ മല്ലിപ്പൊടി മൂപ്പിച്ചെടുത്തു. ഇനി അതിന് ശേഷം ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എരിവൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട്
2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, 2 ടീസ്പൂൺ. അതുകൊണ്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇങ്ങനെ അത് മുക്കാൻ ആകുന്നതുവരെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതിൻ്റെയും ഒരു റോ ടേസ്റ്റ്, അതിൻ്റെയും ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിത് ഇങ്ങനെ വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കണം. ഞാൻ അവിടെ നിൽക്കണതായിരുന്നു, ഒന്നും കണ്ടില്ല, ഇതിൻ്റെ കൈ മാത്രം തക്കാളി സോസ് ഒഴിച്ചെന്നാണ് ചേച്ചി അവിടെ ഇടിക്കൽ തുടങ്ങിയിട്ടുള്ളൂ. പൊടി മസാലകളൊക്കെ ചേർത്ത് കൂട്ടത്തിലുണ്ടല്ലോ, ഗരം മസാലപ്പൊടി ചേർക്കാൻ മറന്നുപോയി, അത് നമ്മൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കണം. ഇനി ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സൊക്കെ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നല്ല ടൊമാറ്റോയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കേണ്ട, ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലെങ്കിലും കറികൾക്കൊക്കെ. ഇനി അതൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരി വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ഗ്ലാസ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 ഗ്ലാസ് കൈമ റൈസിന് 4 ഗ്ലാസ് വെള്ളമാണ് അവൾ അളന്ന് വെച്ചിരിക്കുന്നത്. 4 ഗ്ലാസ് വെള്ളം അവൾ അതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഇനി ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ, ഒരുപാട് വെട്ടി തിളയ്ക്കേണ്ട, ചെറുതായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ചൂടായിട്ട് വന്നിട്ടുണ്ട്. തിളയ്ക്കൊന്നും വേണ്ട, ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമ്മളതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അരിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വന്നപ്പോഴത്തേനും നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഓഫാക്കിയിട്ട് നമ്മളത് ഫുൾ കംപ്ലീറ്റ് പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അതാ ഇതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കുക്കർ അങ്ങ് തുറന്നപ്പോൾ മക്കളെ എന്തൊരു അടിപൊളി അരോമയായിരുന്നു എന്നറിയാമോ. ടേസ്റ്റ് വൈസും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് റൈത്ത കൂട്ടിയാണ് കഴിച്ചത്. അപ്പോൾ റൈത്ത കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പറാണ്. വേറെ കറി ഒന്നും വേണ്ട, ടൊമാറ്റോ റൈസ് റൈത്ത മാത്രം മതി. അത് കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞങ്ങൾ കഴിച്ചു, നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുക്കറൊക്കെ തുറന്ന് വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല അടിപൊളി ഫ്ലേവറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അനീത്തിയാണ് ഇന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു.